വീട്ടുകാരുടെ മുന്നിൽ കടന്നു പോലും അടി കൂടിയിരിക്കുകയാണ് സിജോയും ജിൻഡോയും. പൊരിഞ്ഞ അടിയാണ്, യമണ്ടൻ അടിയാണ് നടക്കുന്നത്. നാളത്തെ ടാസ്കിന്റെ ജഡ്ജ്മെന്റിന്റെ പേരിലാണ്. സിജോയുടെയും ടീമിന്റെ മുഴുവൻ തലേണകളും ജിൻഡോ റിജക്റ്റ് ചെയ്യുന്നു. അത് സ്ട്രാറ്റജിക്കലായിട്ട് ജിൻഡോ കളിച്ചതാണോ? കാരണം അവർക്ക് പോയിന്റുകൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവരിനിയും മോളിൽ കയറി പോകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജിൻഡോ കളിച്ചതാണോ, അതോ സിജോയും അപ്സരയും കൂടി കാണിച്ച കള്ളത്തരമാണോ? എന്താണ് പ്രൊമോയ്ക്കകത്ത് പറയുന്നത്? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ നാളത്തെ ടാസ്ക്, ബോണസ് ടാസ്ക് 3, തലയണ മന്ത്രം. കൃത്യമായി പഞ്ഞി നിറച്ച നല്ല വൃത്തിയിൽ തുന്നി ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൂടുതൽ തലയണ ഉണ്ടാക്കിയ ടീം ഈ ടാസ്കിൽ വിജയിക്കും. അങ്ങനെയാണ് ബിഗ് ബോസ് പറയുന്നത്. നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ നിറച്ച് പഞ്ഞികളാണ്. ഓരോ ടീമിൽ നിന്നും 2 പേര് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക, പഞ്ഞി എടുക്കുക. അങ്ങനെ ആയിരിക്കും. കാരണം ആക്ടിവിറ്റി ഏരിയയിൽ സിജോ, അപ്സര, റസ്മിൻ, ജാസ്മിൻ, അർജുൻ, നന്ദന, അൻസിബ, നോറ, ഇവർ 8 പേരുമാണ് ഉള്ളത്. ഇവരുടെ ടീമിലുള്ള ബാക്കിയുള്ള ആളുകളായിട്ടുള്ള ജിൻഡോ, ശ്രീതു, സായി, ഋഷി, അഭിഷേക്, ഇവർ 5 പേരും പോയിട്ടില്ല. ബാക്കി 8 പേരും ഈ പറയുന്ന ആക്ടിവിറ്റി ഏരിയയിലും ഉണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇത് പറക്കുന്നു, പഞ്ഞികൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ തലയണ ഉറവുണ്ട്. ഈ തലയണ ഉറയ്ക്കകത്തത് നിറച്ച് സൂചിയും നൂലും വെച്ച് തയ്ക്കുകയാണ്. ഓരോ ടീമായിട്ടിരുന്ന് സിജോ, അപ്സര ഒരിടത്തിരുന്ന് തയ്ക്കുന്നു, നോറയും അൻസിബയും ഒരിടത്ത്, നന്ദനയും റസ്മിനും ഒരിടത്ത്, അർജുനും ജാസ്മിനും ഒരിടത്തിരുന്ന് തയ്ക്കുകയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തർക്കും ഓരോ ടീമിനും ഓരോ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ടണൽ ടീം, അതായത് സിജോയും അപ്സരയും കൂടി 8 എണ്ണം വയ്ക്കുന്നു. അടുത്ത പീപ്പിൾ ടീം, അതായത് നോറയും അൻസിബയുടെയും ടേബിളിൽ 3 തലയണ. ഡെന്നിൻ്റെ ടീം, അതായത് നമ്മുടെ ജിൻഡോയുടെ ടീമിലും 3 എണ്ണം ഇരിക്കുന്നു. നെസ്റ്റിൻ്റെ ടീം, അതായത് ജാസ്മിൻ്റെ ടീമിലും 3 തലയണ വീതം ഇരിക്കുകയാണ്. അവിടുത്തെ ജഡ്ജുകളായിട്ട് ജിൻഡോ, ശ്രീതു, സായി, ഋഷി, ഇവർ 4 പേരാണ് ജഡ്ജ്. ഈ ടാസ്കിലും ജിൻഡോ, ശ്രീതു, സായി, അഭിഷേക്, ഇവർ 4 പേരാണ് ജഡ്ജ്. അപ്പോൾ ഈ ടാസ്കിലും ഋഷിക്ക് പെർഫോമൻസ് ഒന്നുമില്ല. കാരണം ഇന്നലെയും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ടാസ്കിലും ഋഷി ജഡ്ജായിട്ട് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം വന്നപ്പോൾ മാത്രമാണ് പെർഫോം ചെയ്യാൻ പറ്റിയത്, ആ വാല്യുവേഷൻ്റെ സമയത്ത് മാത്രം. അല്ലാത്തപ്പം ഋഷിക്കൊന്നും റോളേ ഉണ്ടായിരുന്നില്ല. നാളെയും അതുപോലെ തന്നെയാണ്. അപ്പോഴാണ് ഇവരുടെ ടണൽ ടീമിൻ്റെ അവിടെ 8 എണ്ണം ഇരിക്കുകയാണ്. തലയണ 8 എണ്ണം ഇരിക്കുന്നു സിജോയുടെ അവിടെ. ബാക്കിയുള്ളവർക്കൊക്കെ 3 എണ്ണം ഉണ്ടാക്കിയ സമയത്ത് സിജോയും ടീമും 8 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു അപാകത ഉണ്ട്. അതായത് ബാക്കിയുള്ള തലയണകളുടെ ക്വാളിറ്റിയിൽ നിന്നും ഈ പറയുന്ന പോലെ ടണലിൻ്റെ ക്വാളിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഇവർ 8 എണ്ണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ 3 എണ്ണം ഉണ്ടാക്കിയ സമയത്ത് 3 ടീമും 3 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതേ സെയിം ടൈം കൊണ്ട് ഇവർ 3ന്റെ ഇരട്ടിയായ 6ഉം അതിൻ്റെ കൂടെ 2 കൂടെ ചേർത്ത് 8 എണ്ണം മൊത്തം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം അരിയാഹാരം തിന്നുന്നത് നമുക്ക് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതല്ല സംഭവം. ജിൻഡോ പറയുന്നത് ഇത് തലയണയാണോ? ഇത് തലയണ അല്ല. നോക്കുമ്പോൾ തലയണയിൽ ഇങ്ങനെ തലയണ കിടന്ന് ഇങ്ങനെ പതുങ്ങുന്നു. അപ്പോൾ അപ്സര പറയുന്നത് പിന്നെ എന്താണ് ചേട്ടാ ഇത്? അപ്പോൾ ജിൻഡോ, നിങ്ങളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്ക്, പഞ്ഞി എല്ലാം കൂടെ ഇങ്ങനെ താഴോട്ട് വരുന്നത്. അപ്പോൾ സിജോ, ഇങ്ങനെ തലയണയുടെ തുമ്പി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പഞ്ഞി എല്ലാം കൂടെ താഴത്തോട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ജിൻഡോ, ഈ സാധനം തറയിൽ തലയണ വെക്കണം, ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമ്മുടെ തല വെച്ച് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തല നിലത്ത് മുട്ടും. വീട്ടുകാരവിടെ ഇരിക്കുകയാണ്. ജിൻഡോയുടെ അമ്മയും അച്ഛനും അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. നന്ദനയുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട്. അമ്മയും ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ജിൻഡോ അവിടെ തലയണ തറയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സിജോ, നിങ്ങൾക്ക് എന്താ പോയിന്റ് ആണോ പേടി? അതായത് അവർ 8 എണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 3 പോയിന്റ് കിട്ടും. അപ്പം നിലവിൽ അവർക്ക് 5 പോയിന്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 8 പോയിന്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് ആണോ പേടി എന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്സര, കുത്തി നിറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. തലയണയ്ക്കകത്ത് പഞ്ഞി കുത്തി നിറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിൻഡോ ഇത് എല്ലാം റിജക്റ്റ് ആക്കി. നിങ്ങളെ 8 തലയണ റിജക്റ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് വിധി നിർണ്ണയിക്കുക. അപ്പോൾ ജിൻഡോ, എല്ലാം റിജക്റ്റാണ് ബിഗ് ബോസ്, എല്ലാം റിജക്റ്റാണ്. അപ്പോൾ അപ്സര, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ അടുത്തോട്ട് വരണം. അങ്ങനെ ജിൻഡോയും സിജോയും അപ്സരയും കൂടെ കൂട്ടയടി, പൊരിഞ്ഞടി നടക്കണം. ഇതാണ് പ്രൊമോക്കകത്തുള്ള സംഭവം. നാളെ എന്തായാലും ഈ പറയുന്ന പോലെ ഇത്തിരി നേരം, അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടായിരിക്കും ടാസ്ക് നടക്കാൻ പോകുന്നത്. കാരണം പഞ്ഞി പറക്കാൻ പോകണം, ഇത് പഞ്ഞി നിറയ്ക്കണം, കുത്തി തയ്ക്കണം, കുത്തി തച്ചിട്ട് ഇത് കൊണ്ടുവരണം, അതിൻ്റെ വാല്യുവേഷൻ. അപ്പോൾ ഇത്തിരി നേരം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആയിരിക്കും ഈ പറയുന്ന തലയണ മന്ത്രം ടാസ്ക്. നോക്കാം. സോപ്പിടൽ, അലക്കി വെളുപ്പിക്കൽ, തലയണ മന്ത്രം, ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടറിയാം.
അപ്പോൾ ഈ ടാസ്കിനകത്ത് നാളെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അർദ്ധരാത്രി 2 മണിക്കാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അവൻ്റെ അപ്ഡേറ്റുകളാണിത്. അപ്പോൾ അടുത്ത രാവിലത്തെ ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.